ഹലോ ഹലോ, ഇത് ഞാനാണ്, അർച്ചന. എന്താ മുണ്ടയില്ലേ? ഹലോ. ചേച്ചി ഈ വീട്ടിലുള്ള എല്ലാരെയും പറ്റിച്ചു, പക്ഷെ എന്നെ പറ്റിക്കാനാവില്ല. ഞാൻ ആരെയും പറ്റിച്ചില്ല, എന്നെ തന്നെ വഞ്ചിക്കായിരുന്നു. ഷർട്ടിന്റെ കോളർ ശരിയാക്കിയിടും. ഓ, താമസിച്ചു പോയി. അമ്മേ, നല്ല ഒന്നാന്തര സിനിമ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല? നീ പോയി ഡ്രസ് മാറ്റി. അർച്ചനെ, ഇവിടെ വരൂ. നിങ്ങൾ വെളിയിൽ പോയിരുന്നപ്പം നിന്റെ അമ്മായി ഇവിടെ വന്നിരുന്നു. അമ്മായിയോ? ഈ താക്കോൽ നിന്നെ തരാൻ പറഞ്ഞു. ഏത് താക്കോല്? നീയാണ് ശരിയായിട്ടുള്ള ഹൗസ് വൈഫ്. സ്വന്തം താക്കോൽ കൂട്ടം കണ്ടാൽ തിരിച്ചറിഞ്ഞൂടെ? ഈ താക്കോല് തരാൻ അമ്മായി എന്തിനാ ഇവിടെ വന്നത്? അവരിന്ന് വൈകുന്നേരത്തെ ട്രെയിനില് കാശിക്ക് പോവാത്രേ. ഇല്ല, അത് പാടില്ല. എന്ത് പാടില്ല? അച്ഛനെ നിൽക്കവിടെ. അച്ഛനെ അവിടെ നിൽക്കും. അച്ഛനെ അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. അച്ഛനെ അച്ഛനെ പുറത്ത് കാറുണ്ടോ? ഉണ്ട്. നീ എവിടെ പോകുന്നു? ശരി, അവിടെ പോവാനെന്ന് വിളിക്ക. അച്ഛനെ അച്ഛനെ. നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, ഞാൻ വരുന്നില്ല. എന്താ ഇത്ര പെട്ടെന്നൊരു വിസിറ്റ്? എന്താ കാര്യം? മുഖത്ത് നോക്കി വേണം സംസാരിക്കാൻ. എന്താ നീ പറഞ്ഞ? അമ്മായി എവിടെ? കാശിക്ക് പോയി. എന്തിന്? ഇവിടെ ജീവിക്കാൻ അസാധ്യമാണെന്ന് തോന്നിയോണ്ട്. ഇവിടെ ജീവിക്കാൻ എന്തുകൊണ്ട് അസാധ്യമാണെന്ന് തോന്നുന്നു? പ്രത്യേകിച്ചൊരു കാരണം എന്നോട് പറഞ്ഞില്ല. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? അറിയിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? അമ്മായി പോവില്ലായിരുന്നു. നിനക്ക് കുറെ കൂടെ അസൗകര്യവും ബുദ്ധിമുട്ടുമായേനെ. എനിക്കോ? പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല. നിനക്കെന്ന് പറഞ്ഞാൽ നിനക്ക് നിന്റെ അമ്മയ്ക്കും. നിൽക്കൂ. ഞാൻ ഈ വീട്ടിൽ വന്ന ദിവസം മുതൽ നിങ്ങളുടെ അന്തസ്സിനെ അഭിമാനത്തിനെ വ്രണപ്പെടുത്താതിരിക്കാൻ എന്നാലാവുന്നത്ര ശ്രമിക്കായിരുന്നു. അതിന് ഞാൻ അനുഭവിച്ച മനോദുഃഖം നിങ്ങൾക്കറിയില്ല. എന്നോട് അല്പം പോലും സഹകരിക്കാൻ നിങ്ങൾ കൂട്ടാക്കിയില്ല. എന്നെ മനസ്സിലാക്കാൻ പോലും നിങ്ങൾ ശ്രമിച്ചില്ല. എല്ലാത്തിനും സമാധാനം കണ്ടെത്തുക എന്റെ മാത്രം ചുമതലയായിരുന്നു. എന്റെ അമ്മായിയെ വീട്ടിൽ നാട്ടി ഓടിച്ചിട്ട്
ഈ ചർച്ചയ്ക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു. എന്ത് ഞാൻ അമ്മായി ആട്ടി ഓടിച്ചെന്നോ? കള്ളം, പച്ചക്കള്ളം. ഇത് പറയാൻ നാളെങ്ങനെ പൊങ്ങി? ഞാനുള്ള സത്യം പറഞ്ഞു. മനുഷ്യന് ദേഷ്യം വരുമ്പോ ബുദ്ധി നശിക്കും. പക്ഷെ ഇത്ര അല്പനാകരുത്. നാം തമ്മിലുള്ള ബന്ധവും ഇതുപോലെ നീ പൊട്ടിച്ചെന്ന് കരുതിക്കോ. ഇനി ഈ വീട്ടിൽ കാര്യമില്ല. ഹലോ, മിസ്റ്റർ സുകുമാരനാണോ സംസാരിക്കുന്നത്? അതെ, എന്റെ പേര് സുകുമാരൻ തന്നെയാണ്. അച്ഛനെ അവിടെ വന്നു? വന്നു. ഞാൻ ക്ഷണിച്ചിട്ടല്ല. എവിടെ പോകുന്നു ഒരു അക്ഷരം പറയാതാണ് അവൾ പോകുന്നത്. ഉടനെ വന്നാ കൂട്ടിക്കൊണ്ടു പോവാം. അവന്റെ ഒരു അഹങ്കാരം, അവളൊരുത്തി പുറകെ ഓടാൻ പട്ടിയെ പോലെ. എല്ലാത്തിനും കാരണക്കാരൻ ഈ മനുഷ്യനാ. അമ്മയ്ക്ക് അച്ഛനെ കുറ്റം പറയാനേ നേരമുള്ളൂ. പറയട്ടോടെ എന്നെ എല്ലാവരും ആരെ പറയാനാ? അല്ലേ ഭഗീരഥി? എന്റെ മോൾക്ക് ഒരു സമാധാനമില്ല. ഇവിടെയില്ല, അവിടെയില്ല. ഞാൻ എങ്ങനെ വളർത്തിയതാ അവളെ? നീ മാത്രമല്ലല്ലോ വളർത്തിയത്. ഞാൻ മാത്രമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്നാൽ തെറ്റ് മുഴുവൻ ഞാൻ ഏൽക്കുന്നു. നിനക്ക് സമാധാനമായോ? പക്ഷേ ഒരു കാര്യം, അർച്ചനയുടെ സുഖമാണോ നീ ആഗ്രഹിക്കുന്നത്, അതോ നീ പറയുന്നതൊക്കെ ശരിയാണെന്ന് വരുത്തുന്നതാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ, നിനക്കതിന് കഴിയുമെങ്കിൽ. എനിക്കൊന്നും അറിയാം. ഞാൻ എന്റെ കുട്ടികളുടെ സുഖത്തിന് വേണ്ടി മാത്രമേ ജീവിച്ചുള്ളൂ. വരുമേ, ചേച്ചി അവിടെ തന്നെ ഉണ്ടല്ലോ. ഉണ്ട്, സുഖമായി കഴിയുകയും ചെയ്തു. എന്റെ ജീവിതം നാദമടങ്ങി ഉറങ്ങും മണിവീണ, ഏതോ ശാപം വളർത്തുമിരുളിൽ ഉറങ്ങും മണിവീണ, ഉറങ്ങും മണിവീണ. എന്റെ ജീവിതം നാദമടങ്ങി ഉറങ്ങും മണിവീണ, ഏതോ ശാപം വളർത്തുമിരുളിൽ ഉറങ്ങും മണിവീണ. നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ അമ്മയും അമ്മോനെ വന്നേക്കും. ഞാൻ പോകും. ഭാര്യയും ഭർത്താവുമായി അഭിനയിക്കുന്ന ഭേദം അതാണ്. പിരിയുന്നതാണ് അതിലും ഭേദം. പക്ഷെ അത് നിയമമനുസരിച്ച് നടന്നോളൂ. രംഗമൊന്നും സൃഷ്ടിക്കാതെ. അതെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്റെ കച്ചി പോക്കറ്റിലുണ്ട്. എന്താ ആരും ഒന്നും മിണ്ടാത്തെ?
എന്താ മോളെ, എന്താ ഇത് പെട്ടിയൊക്കെ ആയിട്ട്? ഞാൻ ഇനി മടങ്ങിപ്പോകുന്നില്ല. അവൻ നിന്നെ ഇറക്കി വിട്ടു. ഞാനിതിന് പകരം ചോദിക്കും. എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു. ദൈവം വരുത്തുന്നതെല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചു മോളെ. കുറ്റമല്ല എന്റെ മേൽ ചാരിയിട്ട് സ്വസ്ഥമായി ഒന്നും ഇവിടെ ഇരിക്കുകയാണല്ലേ? ഭാഗീരഥി, ഇനി ഈ വാക്കുകൾ നീ ആവർത്തിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് കൈയൊഴിയാൻ എനിക്ക് സാധിക്കില്ലല്ലോ. എല്ലാം കളഞ്ഞിട്ട് അവളോട് വന്നിരിക്കുന്നു. എന്തെങ്കിലും രണ്ട് നല്ല വാക്ക് അവളോട് പറഞ്ഞൂടെ? അവൾ എന്ത് വിചാരിക്കും? അവക്ക് എന്നെ നല്ലതുപോലെ അറിയാം. അതെ അതെ, എനിക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും നല്ലപോലെ അറിയാം. അവൾ എന്റെ അനന്തരവളായതുകൊണ്ട് ഞാൻ പറയുകയല്ല. അർച്ചനയെ പോലെ ഒരു പെണ്ണിനെ ഇങ്ങനെ അപമാനിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. അർച്ചന വന്നിട്ടുണ്ടാ? ഉണ്ട്. മടങ്ങി പോകുന്നുമില്ല. ചേച്ചി എന്താ നോക്കുന്നത്? ഞാൻ എന്റെ പഴയ ബുക്കുകളൊക്കെ നോക്കുമായിരുന്നു. ഭാരതി, ഞാൻ MA പഠിക്കാൻ തീരുമാനിച്ചു. ഞാൻ എത്ര ആലോചിച്ചിട്ടും ഒരു പരിഹാരം കാണുന്നില്ല. ഇതിൽ ഇത്രയധികം ആലോചിക്കാൻ എന്തിരിക്കുന്നു? ഇതൊക്കെ നാട്ടിൽ സർവ്വസാധാരണമല്ലേ? ശരിയാണ്, പക്ഷേ എന്റെ ഒരു കൂട്ടുകാരൻ വക്കീല് പറയായിരുന്നു, ഇത്തരത്തിലുള്ള ഒരു 3000 കേസുകൾ കോടതിയിൽ നിലവിലുണ്ടെന്ന്. അതുകൊണ്ട് ഈ 3000 പേരും അങ്ങ് തകർന്നു പോകുമെന്നാണോ ചേച്ചി പറയുന്നത്? അതല്ല രവി ഞാൻ പറയുന്നത്. അർച്ചനയുടെ ഉള്ളറിയാൻ എനിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. എന്താ മോളെ കുറിച്ച് നോക്കുന്നത്? എനിക്ക് വേണ്ടിയുള്ള ഡിസ്കഷൻ ഇനി അവസാനിക്കാറായില്ലേ? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. അത് മറക്കാനെങ്കിലും അനുവദിക്കൂ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് കരുതിയാൽ മാത്രം പോരെ. മറന്നു നീ പറഞ്ഞതുകൊണ്ടുമായില്ലേ? ഇതാ ചിലർ ഒപ്പിടും. ശരി, അതുകൂടി ആകാത്തത് കൊണ്ട് നിങ്ങളുടെ ആരുടെ മനസ്സുകൾ നശിക്കരുത്. That's all. ഒരേ ഒരൊപ്പ്, എല്ലാ ബന്ധങ്ങളും അർത്ഥത്. കവന്നു വീഴാൻ തുടങ്ങുന്നതിന് മുമ്പേ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളവനാണ് ഈ നാണ് നായർ. നിങ്ങളൊക്കെ എന്നെ അമ്മാവെന്നേ വിളിച്ചിട്ടുള്ളൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ കുഞ്ഞെ? എന്താ പറയണം? ഇടവും വലവും നോക്കാതെയുള്ള പ്രവൃത്തിയാണ് ചെയ്തത്. ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല കുഞ്ഞെ. ഇപ്പൊ ബോധ്യമായോ? ആയി. എനിക്ക് സന്തോഷമായി. മിസ്റ്റർ സുകുമാരൻ, ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. അർച്ചനയ്ക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്നല്ല,
ഇത്രയും നല്ല പെൺകുട്ടിയെ ഭാര്യയായി കിട്ടിയ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. ചെല്ലു, വേഗം വീട്ടിൽ പോയി ഭാര്യ അഭിനന്ദിക്കൂ. യെസ് സർ. ഹലോ രാജു, ഇതെന്താ ഇത്ര അധികം ഫ്രൂട്ട്സുമായിട്ട്? ഇത് അർച്ചനയ്ക്ക് കൊടുത്തേക്ക്. എന്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചേക്കും. അഭിനന്ദനങ്ങളോ? ഞാൻ യൂണിവേഴ്സിറ്റി ഓഫീസിൽ പോയിട്ടാണ് വരുന്നത്. അർച്ചന റാങ്കോടുകൂടി പാസ്സായി. ഹായ്. വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഗുഡ്, വെരി ഗുഡ്, എക്സലന്റ്. അർച്ചന, കൺഗ്രാചുലേഷൻസ്. റിസൾട്ട് കണ്ടോ? പ്രൊഫസർ സുകുമാരൻ രാവിലെ തൊട്ട് റിസൾട്ട് അറിയാൻ കാത്തു നിൽക്കായിരുന്നു. ക്ലാസ് ഉണ്ടായിട്ടും പോയില്ല. പുള്ളിക്ക് ഭാര്യയുടെ റിസൾട്ട് അറിയാനുള്ള നെർവസ്നെസ് കണ്ടപ്പോൾ ഞാൻ തന്നെ ലീവ് എടുത്ത് വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ കാളിദാസൻ പറഞ്ഞ അതേ ഭാഷയിൽ മിസ്സിസ് സുകുമാരനോട് പറയുന്നു, ഈ ജീവിതത്തിൽ സ്നേഹിക്കുന്ന പുരുഷനുമായുള്ള അകൽച്ചയും തെറ്റിദ്ധാരണയും സ്നേഹക്കുറവും ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. ഇത് രാജുവിന്റെ സമ്മാനമാണ്. രാജുവാണ് ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി ചെന്ന് റിസൾട്ട് അറിഞ്ഞോണ്ടിടന്ന് പറഞ്ഞത്. ഇത് രവിയുടെ. ഇങ്ങോട്ട് നോക്ക്. ഇത് കണ്ടോ? ഭാരതിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കൊണ്ടുവന്നതാണ്. ഓ, എന്തും നല്ല മനുഷ്യർ. അവർ ഇത്രയും നേരം ഇവിടെ കാത്തിരുന്നിട്ട് ഇപ്പോഴാണ് അങ്ങോട്ട് പോയത്. പഠിത്തം ഉണ്ടായിരുന്നാ മാത്രം പോരാ. തറവാട്ട് മഹിമ എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ്. അച്ഛൻ ഉറങ്ങിയോ? ഇല്ല. ആരാത്? കരയാതെ അച്ഛനെല്ലാം മനസ്സിലാക്കുന്നു. എല്ലാവരും അഭിനന്ദനം പറഞ്ഞു. അച്ഛനെങ്കിലും അത് ചെയ്തില്ലല്ലോ. എനിക്ക് സമാധാനമായി. എന്റെ മകളെ മറ്റെല്ലാവരെക്കാളിലും കൂടുതൽ ഈ അച്ഛനറിയാം. അച്ഛാ, എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. എന്താ? ഭാരതിയുടെ കല്യാണത്തിന് ദിവസം കുറിക്കാൻ ആ വീട്ടുകാർ നിർബന്ധിക്കുന്നു. പിന്നെന്താ കുറിക്കാത്തത്? താമസിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. കാര്യമുണ്ട്. നീ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവക്ക് ഞാൻ ജീവിതം നശിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ജീവിതം നശിപ്പിക്കുകയാണെന്ന് തോന്നാൻ കാരണം? നേരം വെളുത്തത് മുതൽ ഇരുട്ടുന്നത് വരെ വാണ്ടഡ് കോളോ നോക്കിയിരിക്കും. ജോലി അന്വേഷിച്ചിട്ട് നിനക്ക് എന്താ അത്ര ആവശ്യം? ഞാൻ ജോലി അന്വേഷിക്കുന്നത് ഉപജീവനത്തിന് വേണ്ടിയല്ല. മനുഷ്യരായാൽ എന്തെങ്കിലും പ്രവർത്തിക്കണം. സ്വയം വഞ്ചിക്കാൻ ശ്രമിക്കാതെ. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? വിവാഹമോചനം കഴിഞ്ഞു. ഇനി എന്താ നിനക്ക് മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചാൽ? ആ രാജു ആണെങ്കിൽ നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണ്. അങ്കിളും രാജുവേട്ടനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ എന്താണ് ഇത്ര ഇൻട്രസ്റ്റ് എന്ന് എനിക്കറിയാം. അയാളുടെ പണം കൊണ്ടാണല്ലോ ഇത്ര ആർഭാടമായി ഇവിടെ കഴിയുന്നത്. രാജു അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരുത്തൻ നീ വിവാഹത്തിന് സമ്മതിക്കൂ? അമ്മ, ഇനി കാര്യം എന്നോട് സംസാരിക്കരുത്. പല പ്രാവശ്യം ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇത് അവസാനമായി പറയുകയാണ്. അമ്മയെപ്പോലെ മക്കളുടെ കാര്യത്തിൽ ഇത്രയധികം താല്പര്യം മറ്റൊരമ്മമാർക്കും ഉണ്ടാകരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അമ്മ എനിക്ക് വേണ്ടി ചെയ്ത നന്മകളെല്ലാം എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചെന്ന് ഞാൻ പറഞ്ഞാലേ അമ്മയ്ക്ക് മനസ്സിലാകൂ. വേണ്ടമ്മേ, എല്ലാം കത്തിയെരിഞ്ഞ് ഭസ്മമായി. ഇനി അമ്മ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല. എന്നെ മറന്നേക്കൂ.
ഭാരതിയുടെ കല്യാണത്തിന് ദിവസം കുറിക്കാൻ ഇനി വൈകിക്കരുത്. നീ എന്തിനാ കരയുന്നത്? ചേച്ചി ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. കല്യാണ ദിവസം വ്രതം ഇരിക്കണമെന്നാ. അതിന് കല്യാണം ചേച്ചിയുടേതല്ലല്ലോ. ആര് പറഞ്ഞു അല്ലെന്ന്?
എന്താ? നിങ്ങൾ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അദ്ദേഹം അകത്തുണ്ട്. പ്രൊഫസർ? അതെ. എന്താ വേണ്ടേ? പ്രൊഫസർ സുകുമാരൻ വരൂ, കടന്നിരിക്കാമല്ലോ. അങ്ങേ കാണാൻ വന്നതാണ്. ഞാനും ഇവരെ കാണണമെന്ന് കുറെ നാളായി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. എന്നെയോ? അതെ, നിങ്ങളെ തന്നെ. അർച്ചന ദേവിയല്ലേ? അതെ. അദ്ദേഹം ഇവിടെയല്ലേ താമസിക്കുന്നത്? അല്ല, അദ്ദേഹം ഇവിടെ നിന്ന് പോയി, ഉദ്യോഗം രാജിവെച്ചു, നാടും വിട്ടു. ഞാനൊന്ന് ചോദിക്കട്ടെ, പ്രൊഫസർ സുകുമാരനെ പോലുള്ളൊരു വലിയ മനുഷ്യൻ, അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ ജീവിതം എന്തിനിങ്ങനെ നശിക്കണം? ഞങ്ങളെപ്പോലുള്ളവർക്ക് നിങ്ങളെയല്ലാതെ മറ്റാരെയും കുറ്റപ്പെടുത്താൻ കഴിയും. അർച്ചന ഈ സ്കൂളിലേക്ക് അയച്ച ആപ്ലിക്കേഷൻ ഫോമിൽ അർച്ചന ദേവി എന്ന് മാത്രമേ എഴുതിയിരുന്നുള്ളൂ. പ്രൊഫസർ ചന്ദ്രശേഖരന്റെ പേര് എഴുതിയിരുന്നത് KN ചന്ദ്രശേഖർ എന്ന് മാത്രമായിരുന്നു. അർച്ചന വിവാഹിതയാണെന്ന് ഒരു സൂചന പോലും എനിക്ക് കിട്ടിയിരുന്നില്ല. സർ, ഞാൻ വിവാഹിത മാത്രമല്ല, വിവാഹമോചനത്തിനുള്ള സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തോളുമാണ്. അതാണ് അർച്ചനയുടെ ദുഃഖമെങ്കിൽ അർച്ചന ഇപ്പോഴെന്താണ്, എങ്ങനെയാണോ അതുപോലെ ഞാൻ സ്വീകരിക്കും. കഴിഞ്ഞതൊക്കെ അർച്ചനയ്ക്ക് മറക്കാൻ കഴിയുമെങ്കിൽ എനിക്കും ഇത് മറക്കാൻ കഴിയും. എന്നല്ല, അതിന്റെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കും. ക്ഷമിക്കണം സർ, ഞാനൊരു പുരുഷനെ സ്നേഹിച്ചു, വിവാഹം കഴിച്ചു, ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു. ആ പുരുഷന്റെ സ്ഥാനത്ത് മറ്റൊരാളെ പ്രതിഷ്ഠിക്കാൻ എനിക്ക് കഴിയില്ല സർ. സോറി, ഐ എം വെരി സോറി. ഈ ഗ്രാമത്തെ സേവിക്കാൻ അർച്ചനയ്ക്ക് കഴിയുമെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്തായാലും എനിക്ക് അർച്ചനയോടുള്ള സ്നേഹത്തിനും ബഹുമാനത്തിനും ഒരു വ്യത്യാസവും വരില്ല. സോറി ഫോർ ദ ഡിസ്റ്റർബൻസസ്. നൗ ടേക്ക് റെസ്റ്റ്. May I come in? Yes. ഇങ്ങനെ ഒരു രാജിക്കത്ത് എഴുതാൻ കാരണക്കാരൻ ഞാനാണെന്നറിയാം. പക്ഷെ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ രമണനല്ല, ദേവദാസുമല്ല. അർച്ചന, പ്ലീസ് ഫർഗെറ്റ് വാട്ട് ഹാസ് ഹാപ്പൻഡ്. എനിക്ക് കഴിയില്ല സർ. സാറിന്റെ മനഃശക്തി എനിക്കില്ല. ഒരുപക്ഷെ എന്റെ അച്ഛനെ ഒഴിച്ചാൽ മറ്റൊരു മനുഷ്യനെയും ഞാൻ ഇത്രയേറെ ബഹുമാനിച്ചിട്ടില്ല, എന്റെ ഭർത്താവിനെ പോലും. സാറിന്റെ മനസ്സിൽ തെറ്റായ ധാരണകൾ ഉണ്ടാക്കി ഈ മുഖവും കണ്ടുകൊണ്ട് മനസമാധാനത്തോടെ ഗ്രാമത്തിൽ കഴിയാൻ എനിക്കാവില്ല സർ. എന്റെ മുഖമല്ലേ കാണണ്ട, ഞാനിങ്ങോട്ട് വരാതിരിക്കാം. പക്ഷേ
നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മോട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. പരീക്ഷയ്ക്കിന് 1 മാസമല്ലേ ഉള്ളൂ. അപ്പോയിന്റ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു 3 ടേമിന്റെ ജോലി 2 ടേം കൊണ്ട് തീർക്കണം. പരീക്ഷയ്ക്ക് മുമ്പ് സിലബസ് അനുസരിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക ഈ സ്കൂളിന്റെ കടമയാണ്. എന്റെയും അർച്ചനയുടെയും കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കുട്ടികളെ പഠിപ്പിക്കാൻ മറ്റൊരു ടീച്ചറെ അപ്പോയിന്റ് ചെയ്യാൻ കഴിയുന്നത് വരെ അർച്ചന റെസ്പോൺസിബിലിറ്റി മറക്കാതെ അവരെ പഠിപ്പിക്കണം. അതാണ് എന്റെ ആഗ്രഹം. അർച്ചനയ്ക്ക് സാധിക്കുമെങ്കിൽ മാത്രം. അല്ല, ഒരു നിമിഷം പോലും ഇവിടെ കഴിയാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ അത്ര വലിയ അപരാധം ഞാൻ ചെയ്തു പോയെങ്കിൽ ഇഷ്ടം പോലെ ചെയ്തോളൂ. മറ്റൊരു ടീച്ചറെ അപ്പോയിന്റ് ചെയ്യുന്നവരെ ഞാൻ പോകുന്നില്ല. താങ്ക് യു വെരി മച്ച്. On behalf of the school and on behalf of my students. ടീച്ചർക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാമെന്ന് മാനേജർ സാർ പറഞ്ഞു. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് റിലീവിംഗ് ഓർഡർ വീട്ടിൽ വെച്ചിരിക്കുകയാണ്. ഒന്ന് അത്രയിടം വരെ വന്നിട്ട് പോകാമോ എന്ന് ചോദിച്ചു. കാറ് തന്നയിച്ചിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. അകത്ത് കിടന്നിരിക്കും, ഞാനിപ്പോ വരാം. ശരി. അങ്ങിവിടെ ഞാൻ അദ്ദേഹത്തിന്റെ സ്കൂളിലെ ടീച്ചറാണ്. എന്തേ ഷേവ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ? ബട്ടൺസ് ബട്ടൺസ് മാത്രമല്ല, എന്റെ ജീവിതം ഇതുപോലെയാണ്. നമ്മൾ എന്തിനാ പിരിഞ്ഞത്? എന്തോ എനിക്കറിയില്ല. എനിക്കും അറിയില്ല. എനിക്കറിയാം. കുറെ നിങ്ങളുടെ തെറ്റ്, കുറെ ഇവരുടെ തെറ്റ്, പിന്നെ പരിതസ്ഥിതികളുടെയും. കാറ്റടിക്കുന്നിടത്തൊക്കെ വേലി കെട്ടാൻ പറ്റില്ല, പക്ഷെ സ്വന്തം തെറ്റുകൾ സ്വയം തിരുത്താൻ പറ്റും. എന്താ, അത് ശരിയല്ലേ? പൊയ്ക്കുള്ളൂ. പോയി ആദ്യം പ്രൊഫസറെ ചെന്ന് കാണും.
എന്റെ ഗുരുനാഥനെ. ഞാൻ പോകുന്നില്ല സാർ. ഈ സ്കൂൾ വിട്ടു പോകാൻ എനിക്ക് കഴിയുകയില്ല. യു ആർ ഡിസ്മിസ്ഡ്. ആദ്യം വീട്ടിൽ പോകൂ, അദ്ദേഹത്തെ കാണൂ, കുറെ നാൾ അദ്ദേഹത്തോടൊപ്പം കഴിയൂ. യെസ്, ഐ മീൻ ഇറ്റ്. നൗ ടു യുവർ ഫാദർ, ടു മൈ പ്രൊഫസർ. ഞാൻ എന്ത് ബുദ്ധിമുട്ടിയാണ് ഇയാളെ കണ്ടുപിടിച്ചതെന്നറിയാമോ? എന്നെങ്കിലും ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയാൽ ഈ ഗ്രാമവും എന്റെ സ്കൂളും എന്റെ വിദ്യാർത്ഥികളും ഞാനും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. ഞങ്ങളുടെ വാതിൽ എന്നും നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കും. വരൂ.